I'm from UK, but in India, I'm from Payavur. I'm from Talasheri. തലശ്ശേരിക്കാരനാണ്, പക്ഷെ UK-ലാണ് ജനിച്ചത് വളർന്നതൊക്കെ. ഈ വള്ളംകളി കാണാൻ വേണ്ടി വന്ന. How is വള്ളംകളി? Wallangari is great. Great. You're enjoying. I'm enjoying it very much. So, how will you describe this to your friends in UK? I would describe it to my school friends as very good. ഇതിന് വേണ്ടി മാത്രം വന്നാണോ? ഞങ്ങൾ ഇത് കൂടെ കരുതിയിട്ട് വന്നതാ. ഞങ്ങൾ 2 ആഴ്ച ഇവിടെ വന്നിട്ട് അപ്പോൾ ഇത് നാളെ രാത്രി തിരിച്ചു പോകും. ഇത് കഴിഞ്ഞ് വള്ളങ്ങൾ കഴിഞ്ഞ് ഇന്ന് രാത്രി ഇവിടെ തന്നെ തിരിച്ചു പോകാം. അതുകൂടെ പ്ലാൻ ചെയ്തിട്ട് വന്നത്. കണ്ണൂരാണ് സ്വദേശം. കണ്ണൂർ വന്ന് ഇവിടുന്ന് കൊച്ചി തിരിച്ചു പോകും. UK-ന്ന് വന്ന് വള്ളംകളി കാണാൻ വന്നവരാ. 4 ദിവസത്തേക്ക് വന്നത് വള്ളംകളി കാണാൻ വേണ്ടി. നമ്മൾ നേരത്തെ തുടക്കം മുതൽ ആവശ്യത്തോടെ കുട്ടിയോടെ ഉണ്ട്. അതെ ഞാൻ അതുകൊണ്ടാണ് ശ്രദ്ധിച്ചത്. സാധാരണ കുട്ടികൾ ഈ നേരമൊക്കെ ആകുമ്പോഴേക്കും ക്ഷീണിക്കും, തളർന്നു പോകും. പക്ഷെ ആവേശഭരിതനായി തുടക്കം തൊട്ട് നിൽക്കുന്ന നിപ്പാണ്. അങ്ങനെ എത്ര മനുഷ്യന്മാരെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയോ കാര്യശാലയാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വലിയ ആവേശത്തോടെ ഓരോ ചുണ്ടന്മാരും ട്രാക്കിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നിരണമാണല്ലേ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള ഏക വലിയ പ്രതീക്ഷയുള്ള വള്ളമാണ്. മത്സരത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള വള്ളങ്ങളിലൊന്നാണ് നിരണം ചുണ്ടൻ. നിരണം ബോട്ട് ക്ലബ്ബ് തൊഴിയുന്ന നിരണം ചുണ്ടൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഏക ചുണ്ടൻ വള്ളമാണ് ഈ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ പങ്കെടുക്കുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള ഏക ചുണ്ടൻ. കോട്ടയത്ത് 2 പേരുണ്ട്. അതെ, കോട്ടയത്ത് 2 പേരുണ്ട്. നിരണത്തെ സംബന്ധിച്ച് നല്ല അടിപൊളി വള്ളമാണ്. കഴിഞ്ഞ തവണ റെക്കോർഡാണ്. അതായത് വിയപുരത്തിന്റെ റെക്കോർഡ് 4.19 4 മിനിറ്റ് 19 സെക്കൻഡ്. ആ ഫീസിൽ റെക്കോർഡ് ഇതുവരെ ആരും ഭേദിച്ചിട്ടുള്ള ആളാണ്. സ്റ്റാർ ടീമാണ്. വിയപുരത്തെ പറ്റി രാവിലെ ഞാൻ പറയായിരുന്നു. വിയപുരത്തെ പറ്റി പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും വിജയിച്ചു കയറാവുന്ന ഒരു വള്ളമാണ്. അതിഗംഭീര വള്ളം. നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ്. ഇത്തവണ വേമ്പനാട് ബോട്ട് ക്ലബ്ബാണ് വിയപുരം തുഴയുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായും ഏത് സമയത്ത് വേണമെങ്കിൽ കയറി വരാവുന്ന ഒരു കറുത്ത കുതിരയാണ് വിയപുരം. മറക്കണ്ട, കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡ്സിന് 0.004 സെക്കൻഡിന് മാത്രം കപ്പ് നഷ്ടപ്പെട്ട വിയപുരം ആ സങ്കടം തീർക്കാൻ കൂടിയാണ് ഈ വന്നിട്ടുള്ളത്. ട്രാക്ക് എൻട്രി അതിഗംഭീരമാണ്. നമുക്ക് കാത്തിരിക്കാം എന്താണ് വിയപുരം ഇവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. അടുത്തത് അങ്ങനെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പറയാൻ കഥകളുണ്ട്, എല്ലാവർക്കും തീർക്കാൻ കണക്കുകളുമുണ്ട്. സങ്കടങ്ങൾ പറയുമ്പോഴും അധ്വാനിക്കാൻ കഴിവുള്ള ടീമുകൾ വേറെയുണ്ട്. ഉറപ്പായിട്ടും ടീമുകൾ, ഞാൻ വിയപുരത്തിനെ കുറ്റപ്പെടുത്തുന്നില്ല, നല്ല ടീമുകൾ സജ്ജമായിട്ട് ഇവിടെ ഉണ്ട്. ആ സജ്ജമായ ടീമിനെ അംഗീകരിക്കാനുള്ള ആഗ്രഹവും ആളുകളിലേക്ക് പോകേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ പ്രതികരണമൊക്കെ ഇതിനകത്ത് തന്നെ നമുക്കൊരു മൂവി അനുസരിച്ച് പാടാൻ തുടങ്ങി. കാരണം വലിയ തിരക്ക്, നേരത്തെ രഞ്ജിത്തൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ ജലോത്സവത്തിൽ നിന്ന് നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ വെള്ളങ്ങളും ഇങ്ങനെ കടന്നു വരികയാണ്. ആ പുന്നമടയുടെ നെട്ടായത്തിൽ ഇങ്ങനെ കടന്നു വരുന്ന വെള്ളങ്ങൾ കുറച്ചുകാരുടെ ആ താളം, അവരുടെ ഒരു ഗാംഭീര്യം, അതൊക്കെയാണ് ആ തുഴകളുടെയും ഒക്കെ താളം, കൈമണികളുടെ താളം. അങ്ങനെ വലിയ ആവേശത്തോടുകൂടി കടന്നു വരുന്ന താരരാജാക്കന്മാരുടെ എൻട്രിയാണ്. ഇതാണ് താരരാജാവ് കാരിച്ചാൽ ചുണ്ടൻ. ഇത്തവണ നമുക്കറിയാം 16 തവണയിലേറെ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ചരിത്ര പ്രാധാന്യമുള്ള കാരിച്ചാൽ ജലരാജാവെന്ന് ഏകപട്ടം. അത് കാരിച്ചാലിനെ വെറുതെ അല്ല ജലചക്രവർത്തി എന്ന് വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ്. അത്ര വലിയൊരു ചരിത്രം പറയാനുണ്ട്. ഒപ്പം ഇത്തവണ നമ്മളിപ്പോ ആര് തുഴഞ്ഞാലും കാരിച്ചാൽ കേൾക്കുമ്പോ ഒരു വൈകാരികത അല്ലേ? കാരിച്ചാലുകളുടെ കാര്യമാണ്. എല്ലാവർക്കും ഫിലിപ്പേരൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ചക്രവർത്തി, ഛത്രപതി, ജലരാജാവ്, കാരിച്ചാൽ, പല പേരുകളിലാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത്. അങ്ങനെ ജലചക്രവർത്തി എന്നറിയപ്പെടുന്ന കാരിച്ചാലിന്റെ ട്രാക്കിലേക്കുള്ള വരവാണ് നമ്മൾ കണ്ടത്. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയ വള്ളം, ഇത്രയധികം വലിയൊരു
ചരിത്രം പറയാനുണ്ട് കാരിച്ചാലിന്. ഇത്തവണ കാരിച്ചാലിയർ സ്വന്തമായി തുഴഞ്ഞ് ആ കപ്പ് കൊണ്ട് തിരിച്ചു പോകുമെന്ന് പറഞ്ഞാണ് കാരിച്ചാലിയർ എത്തുന്നത്. അങ്ങനെ ഓരോരുത്തരും ഇവിടെ എത്തുന്നത് അത്ര വലിയ അവകാശവാദങ്ങളോടെ, അത്ര വലിയ പ്രതീക്ഷകളോടെയാണ്. ആ പ്രതീക്ഷകൾക്ക് ഒത്തൊരു സ്വീകരണമാണ് ട്രാക്കിലേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടുന്നതല്ലേ? ചേട്ടൻ പറഞ്ഞ കാര്യം സങ്കടകരമാണ്. സങ്കടങ്ങളുടെ കൂടി കഥയാണ് കയറി ട്രോഫിക്ക്. ഓരോ തവണയും മടങ്ങി പോകുന്നവർക്ക് പറയാൻ കുറെ വിഷമത്തിന്റെ കഥകളുണ്ട്. പക്ഷെ അപ്പോഴും അടുത്ത കൊല്ലം അവർ വരും, അതേ പ്രതീക്ഷയുണ്ട്. ശ്രീജ, ഇതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണത്തെ ഒരു ഫിനിഷ് എന്ന് പറഞ്ഞാൽ അല്ലേ എന്തുവായിരുന്നു? കഴിഞ്ഞ തവണ ഞാൻ കാഴ്ചക്കാരിയായിരുന്നേ, ഞാൻ റിപ്പോർട്ടിംഗില്ലായിരുന്നു. ആ സമയം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഞെട്ടിപ്പോന്നെ, അതും ഇതേ സ്ഥലത്ത് തന്നെ ആയിരുന്നു. ഒന്നും മനസ്സിലായില്ല. കുറച്ചു നേരം നമ്മൾ വിചാരിച്ചു 2 വള്ളവും ഒരേ ടൈമിലാണ് ഫിനിഷ് ചെയ്തതെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഈ മൈക്രോ സെക്കൻഡ്സ്. ഇത്തവണ മൈക്രോ സെക്കൻഡ്സ് ഒക്കെ ഒഴിവാക്കി. ഇത്തവണ കുറച്ചുകൂടി ബെറ്റർ ഫിനിഷിംഗ് ആണ് അവർ പറയുന്നത്. എന്തായാലും കാരണം ഇപ്പോഴും അത് കോടതിയുടെ പരിധിയിൽ പറയുന്നുണ്ട്. ദൂരദർശന്റെ ഒക്കെ ഒരു വീഡിയോ സംവിധാനം ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ആക്യുറസി കൂട്ടാനും അത് റീപ്ലേ ചെയ്ത് കാണിക്കുന്നതിനും ഒക്കെ വേണ്ടി ഉള്ള ഒരു സംവിധാനം ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്ര റിപ്ലൈ ചെയ്താലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ, കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ നമ്മൾ കണ്ടപ്പോൾ 2ഉം ഒരുമിച്ച് കയറി. അതിന് മൈക്രോ സെക്കൻഡ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് പോലും അല്ല, ഇത്രേ ഉള്ളൂ. ഈ സമയം കൊണ്ട് കഴിഞ്ഞു. ഈ സമയം നമുക്ക് എങ്ങനെ കണ്ണൂർ കണ്ട് കാണാൻ കഴിയും? അപ്പൊ ഇപ്പോഴും തർക്കവും കരച്ചിലുമാണ്. കോടതിക്ക് മുന്നിലാണ്. ഇപ്പോഴും വിയപുരങ്ങർ അംഗീകരിച്ചിട്ടില്ല PBC അല്ലെങ്കിൽ അവരാണ് ജയിച്ചതെന്ന് ഇതുവരെയും അവർ അംഗീകരിച്ചിട്ടില്ല. കാരണം അവരുടെ മുന്നിൽ ഇപ്പോഴും ഉള്ളത് പ്രതീക്ഷയുടെ ഒരു ചെറിയ കണിക മൈക്രോ സെക്കൻഡ്സ് കോടതിയിലാണുള്ളത്. അപ്പൊ കണക്കുകൾ പലത് തീർക്കാനുണ്ട്. ഏറ്റവും പ്രധാനം അറിയേണ്ടത് ഈ PBC തോൽപ്പിക്കാൻ എത്തിയിട്ടുള്ള 20 വള്ളങ്ങൾ. നമുക്ക് PBC നല്ല ടീമാണ്, നല്ല പ്രാക്ടീസ് ആണെന്നൊക്കെ പറയുമ്പോഴും ചെറുതനെയൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചെറുതനെ 1 മാസത്തെ പ്രാക്ടീസ് ആണ് അവർക്ക് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ആ 1 മാസം കൊണ്ട് അവർ വളരെ നല്ല ഗംഭീര ടീമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇത്തവണ പലരും അവർക്ക് സമയം കിട്ടിയിട്ടുണ്ട്, വളരെ നല്ല പ്രാക്ടീസ് എടുത്തിട്ടുണ്ട്. ആ റെക്കോർഡുകൾ ഈ പറയുന്ന 5 എന്നുള്ളത് 6 ആക്കില്ല എന്നുള്ളൊരു കണക്ക് തീർക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടു ഈ പായ്പാടനൊക്കെ അസലായിട്ട് കരിച്ചാൽ അങ്ങ് ഗാലറി ഇപ്പൊ ഇളകി മറിയും.